വളരെ വേദനാജനകവും കഠിനവും ഒപ്പം തന്നെ ഒരു നഗ്നവുമായ സത്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ജയിക്കുമ്പോൾ നമ്മളെ ആളുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, അംഗീകരിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഡോപ്പമിനാണ് നമ്മെ പിന്നെയും പിന്നെയും വിജയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ ഒരു പോയിന്റിൽ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടും. സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ അന്ന് നമ്മെ പ്രോത്സാഹിപ്പിച്ച, നമ്മെ ഡോപ്പമിൻ നൽകി മുന്നോട്ട് കൊണ്ടുപോയ അതേ ആളുകൾ തന്നെ നമ്മെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് പല വിജയികൾക്കും വന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു വിജയം മറ്റുള്ളവന്റെ പെർഫോമൻസ് ഫോർ ലവ്, മറ്റുള്ളവർ സ്നേഹിക്കുമെന്നും മറ്റുള്ളവർ അംഗീകരിക്കുമെന്നുള്ള ചിന്തയോടെ ആ ഒരു ലൂപ്പിൽ ജീവിച്ച് പോകുന്ന സമയത്ത് പരാജയ സമയത്ത് ഏകാനായി പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എപ്പോഴും പെർഫോമൻസ് ഫോർ ലവ്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ, ഇത് നമ്മൾ പറയും അന്യരുടെ തടവറയിലായി പോകുന്ന അവസ്ഥ. പ്രിസണേഴ്സ് ഓഫ് അതേഴ്സ് ഒപ്പീനിയൻസ്, മറ്റുള്ളവരുടെ അഭിപ്രായ തടവറയിലായി പോകുന്നത്. മറ്റുള്ളവരെ ചിന്തിക്കും, അവരെന്ത് പറയും എന്ന് വിചാരിച്ച് നമുക്ക് താങ്ങാൻ കഴിയാത്തതായിട്ടുള്ള പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ദുരിത യാത്ര നയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എനിക്ക് തന്നെ അറിയാം, പലപ്പോഴും നമ്മോട് മാതാപിതാക്കൾ പറയും നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, പിന്നീട് പറയും നല്ല ജോലി വാങ്ങുക, നല്ല വീട് വാങ്ങുക, നല്ല വാഹനം വാങ്ങുക, നല്ല ശമ്പളമുള്ള വീട് ഉണ്ടാക്കുക, നല്ല ദാമ്പത്യ ബന്ധം ഉണ്ടാക്കുക. പക്ഷെ ഇതെല്ലാം നേടിപ്പോയി. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇതെല്ലാം വ്യർത്ഥമായി പോയ ഒരവസ്ഥ തോന്നിയ നിമിഷങ്ങളായിരിക്കും. ആ തിരിച്ചറിവാണ് ജീവിതത്തെ ശരിക്കും ഇന്നർ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിച്ചത്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം നൽകുന്നതാണോ, അതെയോ മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താനാണ്? ഇപ്പോൾ വീട് വെക്കുമ്പോൾ മറ്റുള്ളവർ ആഹ്ലാദിക്കും, മറ്റുള്ളവർ പുറമെ സന്തോഷം കാണിക്കും, അഭിനന്ദിക്കും. അത് നമുക്ക് നൽകുന്ന ഡോപ്പമിനുണ്ട്, നമുക്ക് നൽകുന്നൊരു ആഹ്ലാദമുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ ഭാരമെല്ലാം ഏറ്റെടുക്കേണ്ട, ഈ വേദനയെല്ലാം ഏറ്റെടുക്കേണ്ട ഒരു ഏകനായ നിമിഷമുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ സന്തോഷത്തിന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഈ വലിയ ജോലിയും വലിയ സമ്പാദ്യവും വലിയ പ്രശസ്തിയും, ധാരാളം പുസ്തകങ്ങൾ എഴുതുക, ധാരാളം വീഡിയോ എഴുതുക, യൂട്യൂബിൽ വീഡിയോ ചെയ്യുക, മറ്റുള്ളവരെ പ്രബുദ്ധരാക്കാനുള്ള യാത്ര പോലെയാണ് ജീവിതം തോന്നുന്നത്. എന്നാൽ നമ്മിലേക്ക് നോക്കി എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി ജീവിക്കുന്നതിന് പകരം, ജീവിക്കേണ്ടിയിരുന്നതിന് പകരം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യന്റെ ജീവിതം ഒരു തടവറയിലായി പോവുകയാണ്. ഒരു വിധത്തിൽ മനുഷ്യൻ ഇത്തരം ഒരു തടവറയിൽ തന്നെയാണ്. പ്രിസണേഴ്സ് ഓഫ് അതേഴ്സ് ഒപ്പീനിയൻ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ഉള്ളൊരു യാത്രയായി മനുഷ്യനെന്ന് എന്റെ സ്വയം ജീവിതത്തിലൂടെ നോക്കി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ വേദനിപ്പിച്ച ഒരുപാട് ആളുകളുണ്ടാവും. നമുക്ക് വലിയ ട്രോമകൾ തന്നിട്ടുള്ളവർ, ഇമോഷണലി നമ്മൾ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുള്ളവർ, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടന്ന് എക്കോ ചെയ്യും. ഇത് എക്കോ ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതെന്താണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ആരുടെയോ വാക്കുകൾ കിടന്ന് പ്രതിധ്വനിക്കുന്നുണ്ട് എങ്കിൽ ആ വാക്കുകളെ നമ്മൾ വിശ്വസിച്ച് ആ വാക്കുകളുടെ വേദനയിൽ നമ്മൾ ഉരുകി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിജയിച്ചേക്കാം. ആ വിജയത്തിന് തൊട്ട് മുമ്പ് ഒരു ലോൺലിനെസ് ഉണ്ട്. അത് അവർ തന്ന വാക്കും വിജയത്തിനിടയിലുമുള്ള ലോൺലിനെസ് ആണ്. ഈ ലോൺലിനെസ് ആണ് ഫ്യൂവലായിട്ട് വരുന്നത്. ഈ ലോൺലിനെസ് ആണ് നമ്മുടെ ഊർജ്ജമായി മാറുന്നത്. ഈ ഊർജ്ജത്തെ ഉപയോഗപ്പെടുത്തി അവരോടുള്ള പ്രതികാരബോധത്തോടെ അവർക്കെതിരെയുള്ള റിവെഞ്ചായി, ആ ഒരു റിവെഞ്ച് തന്നെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായി നമ്മൾ വിജയിക്കാൻ തീരുമാനിക്കും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന, ലക്ഷ്യം വെക്കുന്ന വിജയത്തിലേക്ക് എത്തും. പക്ഷെ വിജയത്തിലേക്ക് എത്തിയതിന് ശേഷം യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ ആ ലക്ഷ്യം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. വിജയിച്ചതിന് ശേഷം എന്തോ ഒന്നവിടെ ബാക്കിയാകുന്നു. എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ എംപ്റ്റിനെസ്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇൻകംപ്ലീറ്റ്നെസ് അവിടെ വീണ്ടും ബാക്കിയാകുന്നു. അപ്പൊ അതിനെ വീണ്ടും ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു. ആ യാത്രയിൽ ഉടനീളം മരണം വരെ നമ്മൾ വിജയിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ട് ദാഹിച്ചു. വിജയിക്കാൻ വേണ്ടി ദാഹിക്കുകയും പ്രശസ്തനാകാൻ വേണ്ടി ദാഹിക്കുകയും ഒരുപാട് ആളുകൾക്കിടയിൽ അവരുടെ ആദരവും ബഹുമാനങ്ങളും ഒക്കെ പിടിച്ചു പറ്റിക്കൊണ്ട്
അവരുടെ അഡ്മിറേഷന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പിന്നെയും യാത്ര തുടരുന്നു. പക്ഷെ ഓരോ വിജയങ്ങൾക്ക് ശേഷവും ആ വ്യക്തി ആന്തരികമായി എന്തോ ഒന്ന് പൂർത്തീകരിക്കാനുണ്ട് എന്ന വേദനയോടെയാണ് വീണ്ടും അടുത്ത യാത്ര തുടരുന്നത്.